ഹലോ വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. അപ്പോൾ എന്നത്തേലും വ്യത്യസ്തമായിട്ട് ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് കരുതി. നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ മലേഷ്യയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു ബിരിയാണി. നമ്മുടെ മലബാറി സ്റ്റൈലിലുള്ള ഒരു ബിരിയാണി ഞാൻ എവിടെ പോയി കഴിച്ചിട്ടും നമുക്ക് ആ ഒരു എപ്പോഴും ഒരു ഡിസപ്പോയിൻമെൻറ്റാണ്, ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വീക്കെൻഡിൽ എപ്പോഴും ഒരു ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി കുക്ക് ചെയ്യുമ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനതിന് വേണ്ട കഷ്ണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു തക്കാളി, ഒരു ഉള്ളി. ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചെറുതിന് പിന്നെ അത്ര അധികമൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ പിന്നെ അത് അധികം കുനുകുനാവൊന്നും അരിയുന്നില്ല. അത് മിക്സിയിലടിച്ച് കുറച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കും. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി വാങ്ങിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പും മുളകും മഞ്ഞളും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതൊരു 10-20 മിനിറ്റാണ് ഞാൻ ചെയ്ത് വെച്ചിട്ട്. പിന്നെ ഈ ഇഞ്ചി ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ അതിലേക്ക് കുറച്ചെടുത്തിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ആകുന്നത് വരേക്കും അതും അതിന് പിടിച്ചോളുമല്ലോ. അപ്പോൾ അതതിൽ തേച്ച് പിടിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ മലേഷ്യയിൽ ബിരിയാണികൾക്കൊക്കെ ബസുമതി റൈസാണ് യൂസ് ചെയ്യുക. എനിക്കാണെങ്കിൽ ബസുമതി റൈസ് ഒട്ടും തെറ്റാവില്ല. നമ്മുടെ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ അങ്ങോട്ടൊക്കെ നല്ല ജീരകശാല കൈമ റൈസിലല്ലേ ബിരിയാണി ചെയ്യുക. അപ്പോൾ അത് കഴിച്ച് ഇവിടെ വന്നിട്ട് വേറെ ഏതെങ്കിലും ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിന് പിടിക്കാറില്ല. അതുകൊണ്ട് ഞാനിപ്പം ബിരിയാണി എവിടെ നിന്ന് ഓർഡർ ചെയ്യാറുമില്ല. ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് അധികം കഴിക്കാറ്. അത് തന്നെയാണ് ടേസ്റ്റും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി വന്ന കുറച്ച് പേസ്റ്റ് ഞാൻ മസാലയ്ക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ബിരിയാണിയാണല്ലോ, അപ്പോൾ പിന്നെ അത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടി ഞാൻ വഴറ്റുന്നുണ്ട്. അത് നമ്മുടെ ബിരിയാണിക്ക് മേലെ കുറച്ചിട്ട് കൊടുക്കില്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം, വളരെ കുറച്ച്. കാരണം അധികം ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവനത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുമൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലേ ബിരിയാണി. നല്ലൊരു ബിരിയാണി കഴിച്ചാൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമല്ലേ, നല്ലൊരു ഫുൾഫില്ലായൊരു ഫീലല്ലേ. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും ഇപ്പോൾ കുക്കർ ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു കാലമല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ബിരിയാണി ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം കേട്ടോ. കുറേ പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു 1 ടൈം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് വരും. നമുക്ക് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ഒരു ബിരിയാണി ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്താൽ കിട്ടുന്നത്. ഒരു ഗോൾഡൻ കളറായതിന് ശേഷം ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ദമ്മിന് വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ പിന്നെ ഒത്തിരി മുരിച്ചെടുത്താൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് കരിക്കുന്നില്ല. ചെറിയൊരു ഗോൾഡൻ കളർ വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ കൂടി പൊരിക്കാൻ വെക്കുന്നത്. കുറച്ചുകൂടി ഓയിൽ വേണം തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് ചിക്കനും കൂടി ഇതിലിട്ടിട്ട് പൊരിക്കാൻ വെക്കുകയാണ്. പിന്നെ എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വളരെ മിനിമലായിട്ട് മാത്രമേ പാത്രങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. അതെനിക്ക് തുടക്കം മുതലേ ഞാൻ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയ ടൈമിലേ ഉള്ളൊരു ശീലമാണ്. വളരെ കുറച്ച് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ആ യൂസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ സ്പൂണും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കും. അല്ലെങ്കിലും ലാസ്റ്റിലെത്തുമ്പോൾ എനിക്ക് അത്രയും 1-2 പാത്രം മാത്രമേ ഉണ്ടാവാറുള്ളൂ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുക്കിങ്ങിനേക്കാളും ബുദ്ധിമുട്ട് ലാസ്റ്റ് അത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നതാണെന്ന്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലേ ഇതാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട്
വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് കുക്കിംഗ് ചെയ്ത് ആ കിച്ചണിൽ നിന്ന് ഒഴിവായി പോകാൻ പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു അധികം ജോലിക്ക് പോകുന്നവർക്കൊക്കെ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും കുക്കിങ്ങും. ഇതൊക്കെ പറയുന്ന കേട്ടാൽ തോന്നുന്നു ഞാൻ ഭയങ്കര കുക്കാണെന്ന്. ഒരിക്കലുമല്ല, ഞാനൊരു തട്ടിക്കൂട്ട് കുക്ക് മാത്രമാണ്. അതിനിടയിൽ ഞാൻ അവിടെ ചിക്കൻ പൊരിക്കാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള, ഇതിപ്പോൾ ഞാൻ 2 നേരത്തേക്കുള്ള റൈസാണ് എടുത്തിട്ടുള്ളത്, ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട്. ബിരിയാണി വെച്ച ദിവസം മാത്രം നൈറ്റിൽ എല്ലാവരും റൈസ് കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കഴുകി മാറ്റി കുറച്ച് പുതിർത്ത് വെക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് സമയം അരി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് കുക്ക് ചെയ്തും കിട്ടും, ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവുമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് എപ്പോഴൊന്നും ചെയ്യാറില്ല, പ്രത്യേകിച്ച് ജീരകശാലയാകുമ്പം എപ്പോഴൊന്നും ചെയ്യാറില്ല. ബസ്മതിക്ക് ഇത് ചെയ്താൽ വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് നന്നായി കുക്കായിട്ട് എടുത്തിട്ടാകുമ്പം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പം ഒത്തിരി മുളക് പൊടിയും കൂടി വാരിയിട്ടിട്ടില്ല. ഓൾറെഡി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ചില്ലിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു എരിവ് ഇതിന് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോഴും മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ഇത്രയേ ആവശ്യമുള്ളൂ, ഇത്ര മതിയാവും. നമ്മുടെ ചിക്കൻ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മെല്ലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മളിനി മസാലയും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് കോരി വെച്ചതിന് ശേഷം അതിൽ ഓയിലിൽ കാണുന്ന ഗാർലിക്കിൻ്റെ അതിൻ്റെയൊക്കെ കരിഞ്ഞ അംശങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മസാലയിൽ ഒരു കരിയും ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല ഓയിൽ നല്ല ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. മസാലയും നന്നായിട്ടിരിക്കും. ഞാൻ അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ സവാളയും പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റെല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തത്, എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായി ഉപ്പും ആഡ് ചെയ്തിട്ട് അത് നന്നായി വഴഞ്ഞിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഉപ്പ് കുറച്ച് നേരത്തെ ആഡ് ചെയ്താൽ പെട്ടെന്ന് സവാള കുക്കായി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ എല്ലാവർക്കും അതൊക്കെ അറിയായിരിക്കും. കുക്കിങ്ങൊക്കെ ഇപ്പം യൂട്യൂബിൽ എല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനും അതുപോലെ തന്നെ ഫസ്റ്റിലേ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സവാള നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലൊരു പേസ്റ്റ് പരുവത്തിലാകുമ്പം അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഞാനും ഒരുപാട് ഡിഫറെൻറ്റ് രീതിയിൽ ബിരിയാണി ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഫസ്റ്റിലൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ചിലപ്പം കുക്കർ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ടു ബി ഹോണസ്റ്റ്, കുക്കർ ബിരിയാണിയേക്കാളൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് അല്ലാതെ ചെയ്യുന്നതാണ്. അല്ലാതെ ചെയ്യുന്നതിനേക്കാളും, അതായത് നമ്മൾ ഫ്രൈ ചെയ്യാതെ എടുത്ത് ചെയ്യുന്നതാണ്. ഫ്രൈ ചെയ്യാതെ ചെയ്യുന്ന ബിരിയാണി വെച്ച് നോക്കി, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്നതിനേക്കാളും ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച് നോക്കിയപ്പം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തതിനേക്കാളും ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടത് ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയതും. ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കും, അല്ലാത്തവരും ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. ഇപ്പോൾ കുക്കർ ബിരിയാണിയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സമയത്തിൻ്റെ പരിമിതിയൊക്കെ കൊണ്ട് കുറേ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും നമുക്ക് സമയമില്ലാതാവില്ലല്ലോ. വല്ലപ്പോഴും ഒന്ന് നന്നായി ടേസ്റ്റിൽ വെക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇതാരെയും ഒരു ട്യൂട്ടോറിയൽ പോലെയൊന്നും ഞാൻ ചെയ്യുന്നതല്ല. എനിക്കതിനുള്ള ഒരു കുക്കിങ്ങിൽ പ്രാവീണ്യവും ഇല്ല. ഞാൻ അത്ര നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്താൽ എനിക്ക് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. പക്ഷേ സെയിം സാധനം തന്നെ ചിലപ്പോൾ 2 ആൾ എക്സ്ട്രാ ഉള്ളപ്പോൾ കുക്ക് ചെയ്താൽ അന്ന് അട്ടർ ഫ്ലോപ്പായിട്ടും പോകാറുണ്ട്. അതെന്താണെന്നറിയില്ല, ഞാനും ഏട്ടനും മാത്രം ഉള്ളപ്പോൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് എക്സ്ട്രാ കുറച്ച് ആൾക്കാർ വരുമ്പം കിട്ടാറില്ല.
പിന്നെ എനിക്ക് ഒത്തിരി പേർക്ക് കുക്ക് ചെയ്യേണ്ട അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇപ്പം മോൻ്റെ ബർത്ത്ഡേ അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ എനിക്ക് കുക്ക് ചെയ്തിട്ട് ശീലമുള്ളൂ. പിന്നെ ഒന്നിനും ഒരളവും ഇല്ല, എല്ലാം എൻ്റെ കയ്യിലൊതുങ്ങുന്ന അളവാണ്. ആ അളവിൽ മാത്രമേ എനിക്ക് കുക്ക് ചെയ്താൽ ശരിയാവുള്ളൂ. എല്ലാവരും പറയുന്ന ടേബിൾ സ്പൂൺ, ടീസ്പൂൺ, കപ്പ്, ആ ഒരു അളവും എൻ്റെ ഒരു കുക്കിങ്ങിൽ നിങ്ങൾക്ക് കാണാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരെയും ടീച്ച് ചെയ്യുന്ന ഒരു രീതിയൊന്നുമല്ല. നന്നായിട്ട് കുക്കിംഗ് അറിയുന്നവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും പഠിപ്പിച്ച് ഇങ്ങനെയാണ് ഇത്ര അളവിലെടുക്കണം എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല. സംസാരത്തിനിടയിൽ ഞാൻ എൻ്റെ മസാല ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് പെപ്പർ, ഇത്രയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ റൈസിനുള്ള പ്രിപ്പറേഷനാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു കുക്കർ മാത്രമേ ഉള്ളൂ. ഈ ഒരു കുക്കറിലാണ് ഞാൻ റൈസും ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. മുന്നേ ഒക്കെ ഞാൻ 2-3 കുക്കറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളും കൺവീനിയൻറ്റും ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസ് ഉണ്ടാക്കാനും കറികൾ ഉണ്ടാക്കാനും എല്ലാത്തിനും ഇപ്പം ഞാൻ ഇവനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ റൈസ് നമുക്ക് ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്പൈസസൊക്കെ ഇട്ടിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി, അങ്ങനെ എല്ലാം ഒരു 1-2 പീസ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ അതൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. എനിക്ക് വാട്ടറിലും ഒരു മെഷർമെൻറ്റും ഇല്ല. ഞാൻ എപ്പോഴും റൈസ് ആഡ് ചെയ്തതിന് ശേഷം 2 സോൾട്ടും ആഡ് ചെയ്ത് കുറച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു ലെവലിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ എനിക്ക് എപ്പോഴും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും പാളിപ്പോയിട്ടില്ല. അങ്ങനെ ഒരു തവണ പാളിപ്പോകുമ്പോഴാണല്ലോ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലല്ലേ മെഷർമെൻറ്റ് വെക്കണമെന്ന് തോന്നുക. പക്ഷെ എനിക്ക് എപ്പോഴും റൈസ് കറക്റ്റ് സെറ്റായിട്ട് തന്നെ വരാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം. എല്ലാവരുടെയും കുക്കർ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചിലർക്ക് 1 വിസിൽ മതിയാവും. ഞാൻ 2-3 വിസിലൊക്കെ അടിക്കാറുണ്ട്. 3 വിസിലൊക്കെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോരി മാറ്റി വെക്കും. എനിക്കിത് കറക്റ്റ് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അഥവാ ഒട്ടിപ്പിടിക്കുന്ന പേടിയുള്ളവർ കുറച്ച് ലെമൺ സിറപ്പ് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ലെമൺ സിറപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം വെച്ച് ഒരു ശീലമായല്ലോ, അതുകൊണ്ട് എനിക്കിപ്പം ഓക്കെയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 പാത്രം, അത് മാറ്റിയും മറിച്ചും തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് ഇനിയിപ്പോൾ കഴുകാൻ ഈ 2 പാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ആ റൈസ് മുന്നേ നമ്മൾ ചിക്കൻ ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടുള്ള അതിലേക്ക് ഒരു ഹാഫോളം റൈസ് എടുത്ത് വെച്ചതിന് ശേഷം അടുത്ത ലെയർ ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ബാക്കി ബാലൻസ് വന്നിട്ടുള്ള റൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് നല്ല പ്രസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് സവാളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി മേലെ വിതറിയതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഗ്യാസിൽ വെക്കും. വളരെ കുറച്ച് മാത്രമേ ഫ്ലെയിം, ഞങ്ങളുടെ ഇവിടെ ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ട് ഫ്ലെയിമൊന്നും കാണാൻ പറ്റില്ല. എന്നാലും വളരെ ലോയിൽ ഞാനിട്ട് വെക്കും. ഇത് ദം ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ മെത്തേഡൊന്നുമല്ല. ഞാനിങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. എനിക്കിപ്പോൾ അത്യാവശ്യത്തിനൊക്കെ ഒരു ടേസ്റ്റിലൊക്കെ ഇത് കിട്ടാറുണ്ട്. പക്ഷേ പ്രോപ്പറായി ദം ചെയ്യുന്നവർ നല്ല ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും മൈദ മാവോ എന്തെങ്കിലും പേസ്റ്റൊക്കെ തേച്ച് അത്രയും ടൈറ്റായിട്ടൊക്കെയാണ് വെക്കാറ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഫസ്റ്റിലൊക്കെ നമ്മൾ ആ ഒരു എയർ പോകുന്നിടത്ത് ഒരു പച്ചമുളകോ എന്തെങ്കിലും കുത്തി വെക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇത് കവർ ചെയ്തതിന് ശേഷം. ഇപ്പോൾ അതും വെക്കാറില്ല. ഞാൻ നോർമലി ഇങ്ങനെയാണ് വെക്കാറ്. എനിക്ക് നന്നായി ആ ഒരു സ്മെല്ലൊക്കെ അകത്ത് സെറ്റ് ചെയ്ത് പിടിച്ചിട്ട് കിട്ടാറുണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് ആ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ബിരിയാണീൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്.
ഇപ്പോൾ ഏകദേശം നമ്മളൊരു 10 മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല സെറ്റായി നല്ല അടിപൊളി സ്മെല്ലായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലാതെ ഒരു പോർഷനായി പ്ലേറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും ഓവർ മസാല ഇഷ്ടപ്പെടുന്ന ആളല്ല. എനിക്കങ്ങനെ ഭയങ്കര മസാലയായാൽ കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടുത്തെ ബിരിയാണി പിടിക്കാത്തതിൻ്റെ മെയിൻ റീസൺ. ബസ്മതി റൈസ് പോട്ടേന്ന് വെക്കാം, പക്ഷേ ഇവർക്ക് ഓവർ മസാലയായിരിക്കും. അവരുടെ ആ ഒരു തമിഴ് സ്റ്റൈൽ ടച്ചിലുള്ള ബിരിയാണി എന്ന് പറയുന്നത് അതിൽ ഭയങ്കര ഒരു റെഡിഷ് കളറായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര മസാലയായിട്ടാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെവലിൽ മാത്രമേ എനിക്ക് മസാല ഉണ്ടാവുള്ളൂ. ഒത്തിരി മസാല കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടൊമാറ്റോവും സവാളയൊക്കെ ആഡ് ചെയ്തപ്പോൾ കുറച്ച് അധികമായിട്ട് ആഡ് ചെയ്താൽ മതിയാവും. പക്ഷേ ഈ ഒരു റൈസിന് എനിക്ക് ഈ മസാല കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ഏട്ടൻ ചെറിയൊരു സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോയി ലഞ്ച് കഴിക്കട്ടെ. എല്ലാവരും ഒന്ന് 1 ടൈം എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു പുതിയ വ്ളോഗുമായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.